കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയെ CBI ചോദ്യം ചെയ്യുന്നത് 2-ാം മണിക്കൂറിലേക്ക് കടന്നു. 3 പേരടങ്ങുന്ന സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. വിജയ്ക്കൊപ്പം ഡേവിഡ്സൺ ദേവാസർ വാദിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ആംഡ് ഫോഴ്സ് DGPയും CBI ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സജു തോമസുണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, 2 മണിക്കൂർ പിന്നിട്ടു ചോദ്യം ചെയ്യൽ. ഇപ്പോഴും ചോദ്യം ചെയ്യൽ അവിടെ തുടരുകയാണോ? ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? അജയ്, ടി.വി.കെ അധ്യക്ഷൻ തമിഴ്നാടൻ വിജയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാം മണിക്കൂറിലേക്കാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നീങ്ങിയിരിക്കുന്നത്. 35-ലധികം ചോദ്യങ്ങളാണ്, എഴുതി തയ്യാറാക്കിയ 35-ലധികം ചോദ്യങ്ങളാണ് വിജയോട് ചോദിച്ചറിയുന്നത്. പ്രത്യേകിച്ച് 41 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിജയിൽ നിന്നും തേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ADGPയും കൂടി ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം വരുത്തിയാണ് വിജയോടും ചില കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള റോബിൻസൺ ദേവാൻസനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് വിജയുടെ ചോദ്യം ചെയ്യൽ 2-ാം മണിക്കൂറിൽ കടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട് ആംഡ് ഫോഴ്സ് DGP ആണ് ഇപ്പോൾ CBI ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വിജയ്ക്കൊപ്പം ഡേവിഡ്സൺ ദേവാൻസർ വാദിനെയും മൊഴിയെടുക്കുകയാണ്. അദ്ദേഹം, അതായത് കരൂർ ദുരന്തം നടക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ലോ ആൻഡ് ഓർഡറിന്റെ DGP. അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഈ ഒരു DGPയും കൂടെയാണ് ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. CBI ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ക്രമസമാധാന ചുമതലയുള്ള DGP ഇപ്പോൾ വിളിച്ചു വരുത്തി എന്നുള്ളതിൽ പല ചോദ്യങ്ങളും അഭ്യൂഹങ്ങളും ഉയരുകയാണ്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമാണിത്. ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് തമിഴ്നാടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേണ്ടി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരം ഒരു ചോദ്യം ചെയ്യലും ഇത്തരം വിശദീകരണങ്ങളും വിജയിൽ നിന്ന് തേടുമ്പോൾ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് സൗത്ത് CBIക്ക് ഈ കേസ് കൈമാറാതെ ഈ CBI ആസ്ഥാനത്ത് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതും വിജയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതും വലിയ ചോദ്യങ്ങളിലേക്ക് ഇപ്പോഴും ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ 2-ാം മണിക്കൂറിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. 35-ലധികം ചോദ്യങ്ങളാണ്, എഴുത്തരാക്കി 35-ലധികം ചോദ്യങ്ങളാണ് വിജയിൽ നിന്നും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് വരുന്നത്, അതായത് ആരാണ് അനുമതി നൽകിയത്, വിജയ് എത്ര പേരെയാണ് ഇവിടേക്ക് പ്രതീക്ഷിച്ചത്, എത്ര പേരാണ് എത്തിയത്, ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് CBI എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഉത്തരങ്ങൾ വിജയിൽ നിന്നും ശേഖരിച്ചതിനു ശേഷമായിരിക്കും ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം പോകുക. എന്തായാലും ടി.വി.കെയുടെ ആവശ്യപ്രകാരമാണ് സുപ്രീം കോടതി ഇതിൽ അന്വേഷണം CBIക്ക് വിട്ടത്. അതുകൊണ്ട് തന്നെ ടി.വി.കെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ചില വാദഗതികൾ മുന്നോട്ട് വെച്ചത്, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ SI ആയിട്ട് ബന്ധപ്പെട്ട് SIT അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ടി.വി.കെയും വിജയും മുൻപോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI ഈ കേസിലേക്ക് വന്നതും ഇപ്പോൾ വിജയെ ചോദ്യം ചെയ്യുന്നതും.